ഞാനിപ്പോ ബാംഗ്ലൂരേക്ക് പോവാണ്. ബാംഗ്ലൂർ പോലീസും അവിടുത്തെ ഭരണകൂടങ്ങളും കൂടി എന്നെ ജീവൻ നശിപ്പിക്കാതിരുന്നാൽ തിരിച്ചു വീണ്ടും കേരളത്തിലേക്ക് വരും. ഉന്നതരായ 2 പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരുടെ ആത്മകഥയിൽ എഴുതി വച്ചിരിക്കുന്നു, മഅദനിയെ അറസ്റ്റ് ചെയ്യാൻ അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണർ മടി കാണിക്കുകയും, കണ്ടോ, സിറ്റി പോലീസ് കമ്മീഷണറുടെ നീതിബോധം അറസ്റ്റ് ചെയ്യാൻ അദ്ദേഹത്തെ അനുവദിച്ചില്ല, കീഴുദ്യോഗസ്ഥരെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്തു. ഈ സമയത്ത് VJ കോഴിക്കോട് സിറ്റിയിൽ നിന്ന് പറഞ്ഞാലനുസരിക്കുന്ന ഒരു സർക്കിൾ ഇൻസ്പെക്ടറെ വരുത്തിയാണ് 1998 മാർച്ചിൽ കൊച്ചിയിലെ കലൂരുള്ള വീട്ടിൽ നിന്ന് മഅദനിയെ അറസ്റ്റ് ചെയ്യുന്നത് എന്ന്. തടീൻ്റെ വീട് നസീറിനെ കൊണ്ടുവന്നിട്ടുണ്ട്, കുറച്ചു നേരം വെയിറ്റ് ചെയ്യണമെന്ന് പറയും. അത് പുള്ളി ഒരു പേപ്പർ ഇരുന്ന് എഴുതിക്കൊണ്ടിരിക്കുക, കമ്മീഷണർ എന്ന് പറയുന്ന ഓങ്കാർ അയ്യ. ഇതെല്ലാം കഴിഞ്ഞ് എഴുതി കഴിഞ്ഞപ്പോൾ പറഞ്ഞ് എനിക്ക് ഇതിനകത്തൊന്ന് ഒപ്പിട്ട് തരുമെന്ന് പറഞ്ഞു. അപ്പം എഴുതിയത് എല്ലാം കന്നഡ ഭാഷയിലാണ്. പക്ഷെ ഞാൻ പറയാത്ത കാര്യങ്ങളിൽ കുറ്റപത്രത്തിനകത്ത് എഴുതി വെച്ചാൽ ഞാൻ എന്ത് ചെയ്യും? അവിടെ നിന്ന് ഞാൻ തിരിച്ചു വന്ന് 2 ദിവസത്തിന് ശേഷമാണ് എൻ്റെ പേരിൽ കേസെടുക്കുന്നത്. കേസ് ഞാൻ സാക്ഷികളെ ഭീഷണിപ്പെടുത്തി സ്വാധീനിച്ച് മദനിക്ക് അനുകൂലമായി സംസാരിപ്പിച്ചു എന്നാണ് കേസ്. ജേക്കബ് തോമസ് എന്ന് പറയുന്ന IPS ഉദ്യോഗസ്ഥന്റെ ആത്മകഥയിലുള്ളതാണ്. 80-81 പേജിൽ സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ എന്ന ആത്മകഥയിൽ അദ്ദേഹം പറയുന്നു, മഅദനിക്കെതിരെ കേസൊന്നുമില്ലെന്നും അതിനാൽ അറസ്റ്റ് ചെയ്യാനാവില്ലെന്നും തിരുവനന്തപുരത്തേക്ക് ഞാൻ മറുപടി നൽകി. ജേക്കബ് തോമസ് IPS ഓഫീസർ അദ്ദേഹം പറയുകയാണ്. അങ്ങേ തലയ്ക്ക് ആ മറുപടി ഇഷ്ടമായില്ലെന്ന് മനസ്സിലായി. വൈകുന്നേരമായപ്പോൾ കോഴിക്കോട്ട് നിന്നൊരു CI എത്തി, മഅദനിക്കെതിരെ അവിടെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് അറസ്റ്റ് ചെയ്യണമെന്നും. അപ്പൊ കേസങ്ങ് ഉണ്ടാക്കുക, മനസ്സിലായില്ലേ? അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. എന്തോ പ്രസംഗത്തിന്റെ പേരിലുള്ള കേസായിരുന്നു, അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാൻ തക്കതായിരുന്നോ എന്ന് സംശയമുണ്ട്. സംഗതികളിൽ എനിക്ക് ചതി മണത്തു. ജേക്കബ് തോമസ്. ആരായിരുന്നു കേരളത്തിന് മദനി? 4.5 നൂറ്റാണ്ട് കാലം ഇന്ത്യയിലെ മുസ്ലിം സമുദായം സുജൂദ് ചെയ്തിരുന്ന 4.5 നൂറ്റാണ്ട് കാലം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന സമാധാനത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും സന്ദേശം 90കളുടെ തുടക്കം മുതൽ കേരളത്തിലെമ്പാടും മുഴങ്ങിയ ശബ്ദം ആഗോള ഹിന്ദു രാഷ്ട്രീയ സ്വയംസേവക് സംഘിലേക്കെന്ന പോലെ മലയാളി മുസ്ലിം ഇസ്ലാമിക് സേവാ സംഘ് എന്ന അപ്പോൾ മുളച്ച സംഘടനാ രൂപത്തിലേക്ക് വളരെ വേഗം ആകൃഷ്ടരായി. 92-ൽ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടു. രാജ്യം ഭരിച്ച കോൺഗ്രസിനെ തള്ളിപ്പറയാതെ UDF ചേരിയിൽ ഉറച്ചുനിന്ന മുസ്ലിം ലീഗ് ആശയപരമായി നെടുകെ പിളർന്നപ്പോൾ മുസ്ലിം ചെറുപ്പക്കാർ മദനി എന്ന തീവ്ര നിലപാടിലേക്ക് പറ്റം പറ്റമായി ഒഴുകി നീങ്ങി. രാജ്യം കലാപത്തിലേക്ക് നീങ്ങിയ നാളുകളിൽ നിരോധിക്കപ്പെട്ട പല മുസ്ലിം സംഘടനകളിൽ ഒന്ന് ISS ആയിരുന്നു. സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ മദനിയെ വധിക്കാൻ ശ്രമം നടന്നു. വലത്തേക്കാൽ മുറിച്ചുമാറ്റി മദനി ആക്രമണത്തെ അതിജീവിച്ചു. പേരിൽ നിന്ന് മുസ്ലിം എന്ന വാക്ക് കളഞ്ഞ പുതിയ പാർട്ടി PDP ദളിത് പിന്നാക്ക ജനവിഭാഗങ്ങളെയാകെ അഭിസംബോധന ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോഴാണ് 58 പേർ കൊല്ലപ്പെട്ട കോയമ്പത്തൂർ സ്ഫോടന പരമ്പരയിൽ മദനി പ്രതി ചേർക്കപ്പെടുന്നത്. വിചാരണ തടവുകാരനായി കോയമ്പത്തൂർ ജയിലിൽ കഴിഞ്ഞ മദനിയെ എല്ലാ കേസുകളിലും നിരപരാധിയെന്ന് തെളിഞ്ഞതിനെ തുടർന്ന് 10 വർഷങ്ങൾക്ക് ശേഷം കോടതി വെറുതെ വിട്ടു. കേരള രാഷ്ട്രീയത്തിൽ സജീവമായ അദ്ദേഹത്തെ ഒരാൾ കൊല്ലപ്പെട്ട 2010-ലെ ബാംഗ്ലൂർ സ്ഫോടന കേസിൽ 3 വർഷത്തിനു ശേഷം വീണ്ടും കർണാടക പോലീസ് അറസ്റ്റ് ചെയ്തു. 10 വർഷം കോയമ്പത്തൂർ ജയിലിൽ കിടത്തിയതിനു ശേഷം നിരപരാധിയെന്ന് കണ്ടെത്തി വെറുതെ വിടുകയും വീട്ടിലെത്തി 3 വർഷത്തിനകം വീണ്ടും പോലീസ് പിടിച്ചുകൊണ്ടുപോവുകയും. ഞാനിപ്പോ ബാംഗ്ലൂരേക്ക് പോവാണ്. ബാംഗ്ലൂർ പോലീസും അവിടുത്തെ ഭരണകൂടങ്ങളും കൂടി എന്നെ ജീവൻ നശിപ്പിക്കാതിരുന്നാൽ തിരിച്ചു വീണ്ടും കേരളത്തിലേക്ക് വരും. 1998-ൽ കോയമ്പത്തൂർ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് മഅദനി ഉസ്താദിനെ അറസ്റ്റ് ചെയ്ത ആ വിഷയം പിന്നീട് വർഷങ്ങൾക്ക് ശേഷം കേരളത്തിന്റെ 2 ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അവരുടെ ആത്മകഥ എഴുതിയപ്പോൾ അതിന്റെ പിറകിൽ നടന്ന കള്ളക്കളികൾ തുറന്നെഴുതുകയുണ്ടായി. ഈ പോലീസ് ഉദ്യോഗസ്ഥർ തങ്ങളുടെ ആത്മകഥയിൽ പരാമർശിച്ച ആ ഭാഗം ഇതാ അലിയാർ കാസിമി ഉസ്താദ് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ്. എന്തിനാണ് മഅദനിയെ അറസ്റ്റ് ചെയ്തത്? നിയമവിധേയമാണോ അറസ്റ്റ് ചെയ്തത്? ആരാ ഇത് പറയുന്നേ? ഡോക്ടർ സിബി മാത്യൂസ് കേരള പോലീസിലെ ഏറ്റവും ഉജ്ജ്വലനായ ഒരു ഉദ്യോഗസ്ഥനാണെന്ന് സർവ്വരാലും അംഗീകരിക്കപ്പെട്ട സിബി മാത്യൂസിന്റെ ആത്മകഥ അനുഭവക്കുറിപ്പിൽ ഒരു IPS ഓഫീസറുടെ അനുഭവക്കുറിപ്പുകൾ പേജ് 244 നിർഭയം എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുക. എന്തിനാണ് മഅദനിയെ അറസ്റ്റ് ചെയ്തത്? നിയമവിധേയമാണോ അറസ്റ്റ് ചെയ്തത്? ഈ പ്രശ്നത്തിൽ ഇടപെടൽ നടത്തിയ ഓരോ ഗവൺമെന്റുകളുടെയും കീഴിൽ ഉദ്യോഗസ്ഥനായിരുന്നു കൊണ്ട് ഇരുന്ന
ഉന്നതരായ 2 പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരുടെ ആത്മകഥയിൽ എഴുതി വച്ചിരിക്കുന്നു, ഈ കൊന്ന ഇ കെ നായനാർ മന്ത്രിസഭയുടെ കാലത്ത് മഴദിനെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. ഇതിന്റെ മുഴുവൻ ചുമതലയും കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനായ പോലീസ് ഓഫീസർ VJ ആയിരുന്നു വഹിച്ചിരുന്നത്. ഞാനിവിടെ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത് പ്രത്യേകം പരാമർശിക്കുകയല്ല, ആത്മകഥയിൽ അങ്ങനെ തന്നെ ഉള്ളത് കൊണ്ടാണ്. ഇവിടെ കമ്മ്യൂണിസ്റ്റോ അല്ലാത്തതോ എന്ന ഒരു വ്യത്യാസം മഴദിനയുടെ കാര്യത്തിൽ ഞാൻ കേരളത്തിൽ കണ്ടിട്ടില്ല. ഒരേപോലെ അദ്ദേഹത്തെ വേട്ടയാടി നശിപ്പിക്കുന്നതിൽ ഇവിടുത്തെ എല്ലാ മതേതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെന്ന് അവകാശപ്പെട്ടവരും തുല്യ പങ്കാണ് വഹിച്ചതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇവിടെ അദ്ദേഹം പറയുന്നു, രഹസ്യ ഓപ്പറേഷൻ പദ്ധതി തയ്യാറാക്കി കരുക്കൾ നീക്കിയത് VJ ആയിരുന്നു. മഴദിനെ അറസ്റ്റ് ചെയ്യാൻ അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണർ മടി കാണിക്കുകയും, കണ്ടോ, സിറ്റി പോലീസുകാരുടെ നീതിബോധം അറസ്റ്റ് ചെയ്യാൻ അദ്ദേഹത്തെ അനുവദിച്ചില്ല, കീഴുദ്യോഗസ്ഥരെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്തു. ഈ സമയത്ത് VJ കോഴിക്കോട് സിറ്റിയിൽ നിന്ന് പറഞ്ഞാലനുസരിക്കുന്ന ഒരു സർക്കിൾ ഇൻസ്പെക്ടറെ വരുത്തിയാണ് 1998 മാർച്ചിൽ കൊച്ചിയിലെ കലൂരുള്ള വീട്ടിൽ നിന്ന് മഴദിനെ അറസ്റ്റ് ചെയ്യുന്നത് എന്ന്. പിന്നീട് ആ സർക്കിൾ ഇൻസ്പെക്ടർക്ക് അനേകം വർഷങ്ങൾ VJയുടെ വക സ്നേഹ സമ്മാനമായി ആരും കൊതിക്കുന്ന നിയമനങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നു. ആരാ ഇത് പറയുന്നേ? ഡോക്ടർ സിബി മാത്യൂസ്, കേരള പോലീസിലെ ഏറ്റവും ഉജ്ജ്വലനായ ഒരു ഉദ്യോഗസ്ഥനാണെന്ന് സർവ്വരാലും അംഗീകരിക്കപ്പെട്ട സിബി മാത്യൂസിന്റെ ആത്മകഥ അനുഭവക്കുറിപ്പിൽ, ഒരു IPS ഓഫീസറുടെ അനുഭവക്കുറിപ്പുകൾ, പേജ് 244, നിർഭയം എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുക. എന്തിനാണ് മഴദിനെ അറസ്റ്റ് ചെയ്തത്? നിയമവിധേയമാണോ അറസ്റ്റ് ചെയ്തത്? അദ്ദേഹത്തെ ഈ രാജ്യത്ത് നിന്ന് കെട്ടിക്കേണ്ടത് രാഷ്ട്രീയക്കാരുടെ താല്പര്യമായിരുന്നു എന്നല്ല അതിന്റെ അർത്ഥം. രണ്ടാമത്തെ കേട്ടോളൂ, അതാരാണ് പറയുന്നത്? പലപ്പോഴും ഭരണാധികാരികൾക്ക് അപ്രിയനായ ജേക്കബ് തോമസ് എന്ന് പറയുന്ന IPS ഉദ്യോഗസ്ഥന്റെ ആത്മകഥയിലുള്ളതാണ്. 80-81 പേജിൽ സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ എന്ന ആത്മകഥയിൽ അദ്ദേഹം പറയുന്നു, 1998 മാർച്ച് 31 രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് അന്നത്തെ ഒരു പ്രധാനിയുടെ ഫോൺ വന്നു, മഴദിനെ അറസ്റ്റ് ചെയ്യണം. മഴദിന് എറണാകുളത്ത് സ്ഥിര താമസം ഉണ്ടെന്ന് പോലും എനിക്കെന്ന് അറിയില്ലായിരുന്നു. എന്തായാലും ഞാൻ ഉടനെ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർമാരെ എല്ലാം വിളിച്ചു ചോദിച്ചു, മഴദിനെതിരെ കേസുണ്ടോ? കേസൊന്നുമില്ലെന്നായിരുന്നു എല്ലാവരുടെയും മറുപടി. മഴദിനെതിരെ കേസൊന്നുമില്ലെന്നും അതിനാൽ അറസ്റ്റ് ചെയ്യാനാവില്ലെന്നും തിരുവനന്തപുരത്തേക്ക് ഞാൻ മറുപടി നൽകി. ജേക്കബ് തോമസ് IPS ഓഫീസർ അദ്ദേഹം പറയുകയാണ്, അങ്ങേ തലയ്ക്ക് ആ മറുപടി ഇഷ്ടമായില്ലെന്ന് മനസ്സിലായി. അദ്ദേഹത്തിന് ഇതിൽ കേസില്ലാത്തതുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ പറയുമ്പോൾ ആവശ്യപ്പെട്ട പ്രധാനിക്ക് അത് അനിഷ്ടമുണ്ടായി എന്ന് മനസ്സിലായി. വൈകുന്നേരമായപ്പോൾ കോഴിക്കോട്ട് നിന്നൊരു CI എത്തി, മഴദിനെതിരെ അവിടെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് അറസ്റ്റ് ചെയ്യണമെന്നും. അപ്പൊ കേസങ്ങ് ഉണ്ടാക്കുക, മനസ്സിലായില്ലേ? അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. എന്തോ പ്രസംഗത്തിന്റെ പേരിലുള്ള കേസായിരുന്നു, അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാൻ തക്കതായിരുന്നോ എന്ന് സംശയമുണ്ട്. സംഗതികളിൽ എനിക്ക് ചതി മണത്തു. ജേക്കബ് തോമസ് IPS ഓഫീസർ പറയാ, പിറ്റേന്ന് കൊച്ചിയിൽ ക്രിക്കറ്റ് മത്സരം നടക്കുക, വലിയ തോതിൽ ജനമെത്തും, അതിന് തൊട്ടു മുമ്പ് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായാൽ കാര്യങ്ങൾ കൈവിട്ടു പോകാം. അദ്ദേഹത്തിന്റെ കുറിപ്പുകളിലുള്ളതാണ്. ഇതൊക്കെ തെളിയിക്കുന്നത് എന്താണ്? അദ്ദേഹത്തെ ആദ്യം പിടിച്ചുകൊണ്ടുപോയി 9.5 വർഷം അദ്ദേഹം അവിടെ കഴിഞ്ഞു. ഒരുപാട് സമ്മർദ്ദങ്ങൾക്ക് ശേഷം, ആണ്ടുകൾക്ക് ശേഷം കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ 16,000 പേജുള്ള കുറ്റപത്രം കൊടുത്തേ. എന്തിനാത്? അതും അദ്ദേഹത്തിന് മനസ്സിലാകാത്ത തമിഴ് ഭാഷയിൽ മലയാളത്തിലാക്കി കൊടുക്കണമെന്നുള്ള അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന പോലും പരിഗണിക്കപ്പെട്ടില്ല. 50 കിലോ തൂക്കം, 2500 സാക്ഷികൾ. എന്തിനായിരുന്നു അത്? അദ്ദേഹത്തിനെതിരെ ഒരു കുറ്റവും തെളിയിക്കാൻ കഴിയില്ല എന്ന് വളരെ കൃത്യമായി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയവർക്കും അതിന് കൂട്ടുനിന്നവർക്കും അറിയാമായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി ഇടപെടാൻ ബ്യൂറോക്രസിയിലോ ഭരണതലത്തിലോ ആരുമില്ലെന്ന് ആർക്കാണ് അറിയാത്തത്? ആരുമില്ല. എന്നിട്ടും കണ്ണിലെണ്ണയൊഴിച്ച് നിയമം അദ്ദേഹത്തിന്റെ നേരെ നടത്തിയ അന്വേഷണങ്ങൾക്കൊടുവിൽ 1 മണിക്കൂർ നേരം അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കാൻ പറ്റിയ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടല്ലേ 9.5 കൊല്ലത്തിന് ശേഷം നിരപരാധി എന്ന് പറഞ്ഞ് കണ്ടിട്ട് വെറുതെ വിട്ടത്. എന്നാൽ കോയമ്പത്തൂർ സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് കുറ്റവിമുക്തനായി തിരിച്ചെത്തിയ മഅദനി ഉസ്താദിനെ 2 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ബാംഗ്ലൂർ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ഇതിൽ കർണാടക പോലീസ് മഅദനിക്കെതിരായി ഒരുപാട് പേരെ കള്ളസാക്ഷികളായി നിരത്തുകയുണ്ടായി. അതിൽ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു മഅദനി എറണാകുളത്ത് താമസിച്ച വീടിന്റെ ഓണറായ ജോസ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ആരെയും ഞെട്ടിക്കുന്നതാണ്. 2008 മെയ് 12 ജയിൽ മോചിതനായ മദനി കുടുംബത്തോടൊപ്പം കൊച്ചിയിൽ വാടകയ്ക്ക് താമസിച്ചത് ജോസിന്റെ സഹോദരിയുടെ വീട്ടിലാണ്. ആകെ മദനി താമസിക്കുമ്പോൾ 2 പ്രാവശ്യം പോയുള്ളൂ. അപ്പോഴെല്ലാം ഫ്രണ്ടിൽ ഏത് പോലീസാണെന്ന് എനിക്കറിയത്തില്ല, കേരള പോലീസ് ഫ്രണ്ടിൽ പ്രൊട്ടക്ഷൻ ഉണ്ട്. അവരുടെ അനുവാദം കൂടാണ്ട് എനിക്ക് അകത്ത് കയറാൻ പറ്റത്തില്ല. ഒരു ആദ്യത്തെ പ്രാവശ്യം എന്നെ പുറത്ത് ഗേറ്റിനകത്ത് കയറ്റിയില്ല. എന്നിട്ട് മദനി വന്ന പോലീസുകാർ വീടിന്റെ ഓണറാന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ, പിന്നെ എന്തുകൊണ്ടാണ് പിടിച്ച് പുറത്ത് നിർത്തിയത്? അകത്ത് കയറ്റിയിരുത്താൻ പാടില്ലേ?
ആലുവ സൗത്ത് വാഴക്കുളംകാരനായ ജോസ് വീട്ടുവാടക വാങ്ങാൻ ചെന്നപ്പോൾ മദനിയും തടിയന്റെവിടെ നസീറും സർഫറാസ് നവാസും ചേർന്ന് ബാംഗ്ലൂർ സ്ഫോടനം ആസൂത്രണം ചെയ്യുന്നത് നേരിട്ട് കണ്ട സാക്ഷിയാണ് കുറ്റപത്രത്തിൽ. തന്റെ നോൺ വൂവൻ ഫാബ്രിക് ഫാക്ടറിയിലിരുന്ന് മദനിയെ ബാംഗ്ലൂർ സ്ഫോടനത്തിന്റെ ഗൂഢാലോചനയിലേക്ക് ബന്ധിപ്പിച്ച കർണാടക പോലീസിന്റെ മുഖ്യസാക്ഷി ഞങ്ങളോട് സംസാരിച്ചു. ഞാൻ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഈ തടിയൻ്റെ വീട് നസീറും സർഫസ് നവാസ് ആരാണ്ടൊക്കെ അവിടെ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്, അതിന് തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്, അപ്പോൾ അത് ഇവിടെ വന്ന് തെളിവെടുക്കാൻ വേണ്ടി വന്നതാണ്. തടിയൻ്റെ വീട് നസീറിനെ കൊണ്ടുവന്നിട്ടുണ്ട്, കുറച്ചു നേരം വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ഒരു പേപ്പർ ഇരുന്ന് എഴുതിക്കൊണ്ടിരിക്കുക, കമ്മീഷണർ എന്ന് പറയുന്ന ഓങ്കാർ അയ്യ. ഇതെല്ലാം എഴുതി കഴിഞ്ഞപ്പോൾ പറഞ്ഞ് എനിക്ക് ഇതിനകത്തൊന്ന് ഒപ്പിട്ട് തരുമെന്ന് പറഞ്ഞു. അപ്പോൾ എഴുതിയത് എല്ലാം കന്നഡ ഭാഷയിലാണ്. ഞങ്ങൾക്ക് ഇത് ഒപ്പിട്ട് കിട്ടാണ്ട് പോകാൻ പറ്റത്തില്ല. പിന്നെ ഉള്ള മാർഗം നിങ്ങളെ ഞങ്ങൾ കൊണ്ടുപോവുക. അത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചു പോയി. അവർ പറഞ്ഞ് ഞാൻ വിശ്വസിച്ചുകൊണ്ട് അത് ഒപ്പിട്ട് കൊടുത്തു. അപ്പോൾ അതിനകത്ത് പറയുന്ന കാര്യം ഇങ്ങനെയാണ്, ഒരു സുപ്രഭാതത്തിൽ ഞാൻ വാടക മേടിക്കാൻ അവിടെ ചെല്ലുമ്പോൾ തടിയൻ്റെ വീട് നസീറും സർഫസ് നവാസും അതിനകത്തുണ്ടായിരുന്നു. മദനി പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറയാണ്. ഞാൻ പുറത്തിരുന്നുള്ള കേൾക്കാണ് ബാംഗ്ലൂർ സ്ഫോടനം, ബോംബ് എന്നൊക്കെ ഇവർ ചർച്ച ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ കാഷ്വലായിട്ട് പുറത്തിരുന്ന് കേൾക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ബാംഗ്ലൂർ സ്ഫോടനം നടക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ സ്ഫോടനം നടത്തിയത് ഇവരാണ്. പക്ഷെ ഭയപ്പെട്ടിട്ട് ഞാൻ ആരോടും പറഞ്ഞില്ല. ഇപ്പോൾ പോലീസ് വന്ന് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ ഞാൻ എല്ലാം പറഞ്ഞു. ഇങ്ങനെ ഞാനത് കേട്ടതാണ്, കണ്ടതാണ്. ഇതാണ് കന്നഡ ഭാഷയിൽ എന്നെ കൊണ്ട് എഴുതി ഒപ്പിടിച്ച് മേടിച്ചത്. ഈ രാജ്യത്തിന് വേണ്ടി ഒരു സാക്ഷി പറയാൻ ബാംഗ്ലൂർ വരെ പോകാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ ഞാൻ പറയാത്ത കാര്യങ്ങളിൽ കുറ്റപത്രത്തിനകത്ത് എഴുതി വെച്ചാൽ ഞാൻ എന്ത് ചെയ്യും? ഈ വിവരങ്ങൾ ബാംഗ്ലൂരിലെ വിചാരണ കോടതിയെ അറിയിക്കാത്തതെന്തെന്ന ചോദ്യത്തിന് ജോസിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് കർണാടകയിൽ പോയിട്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവരെന്നെ ഇങ്ങോട്ട് വിടൂല. പോലീസിനെഴുത്, പ്രത്യേകിച്ച് കർണാടക പോലീസിനെഴുത് ഞാൻ കേസ് കൊടുത്ത് ഞാനിങ്ങനെ തിരിച്ചു വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിന് പോയില്ല. ഈ ജയിലിലേക്ക് എങ്ങനെ എത്തി എന്നതിൻ്റെ പിന്നാമ്പുറങ്ങൾ തേടി ബാംഗ്ലൂരിലേക്ക് പോയ ഷാഹിന എന്ന മാധ്യമ പ്രവർത്തകയ്ക്ക് എന്ത് സംഭവിച്ചു? ഞാൻ ചെയ്തത് 100% എൻ്റെ ജോലിയാണ്. ഞാനൊരു സ്ഥലത്ത് ചെല്ലുന്നു, അവിടെ പിന്നെ 2 പേരെ ഇൻ്റർവ്യൂ ചെയ്യുന്നു, തിരിച്ചു പോരുന്നു. ഇതാണ് ഞാൻ ചെയ്തത്. തെഹൽക്കയുടെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ആയിരുന്നു KK ഷാഹിന. ബാംഗ്ലൂർ സ്ഫോടന കേസിൽ മദനിക്കെതിരെ മൊഴി നൽകിയ പ്രധാന സാക്ഷികളെ മദനിക്ക് അനുകൂലമായി സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്നാണ് ഷാഹിനയ്ക്ക് മേൽ ചുമത്തിയിരിക്കുന്ന കുറ്റം. ഹൈക്കോടതി ജാമ്യം അനുവദിച്ചതുകൊണ്ട് മാത്രം മാസത്തിൽ 2 തവണ ബാംഗ്ലൂരിൽ പോയി ഒപ്പുവെക്കേണ്ടി വന്നുവെങ്കിലും ഷാഹിന ജയിലിന് പുറത്തു തുടരുന്നു. ആദ്യം ഞാൻ കണ്ടത് KK യോഗാനന്ദ എന്ന സാക്ഷിയെയാണ്. യോഗാനന്ദ ഒരു RSS പ്രവർത്തകനാണ്, മുൻ പ്രവർത്തകനാണെന്ന് പറയും. ഇപ്പോൾ അദ്ദേഹം വളരെ സജീവമല്ല, കൃഷി കാര്യങ്ങളുമൊക്കെ ഇരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിനെയാണ് ഞാൻ ആദ്യം കാണുന്നത്. അദ്ദേഹത്തോട് എൻ്റെ ആദ്യത്തെ ചോദ്യം തന്നെ നിങ്ങൾ മദനിയെ കണ്ടിട്ടുണ്ടോ എന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉത്തരം ഇല്ല എന്നായിരുന്നു. പിന്നെ ഈ എന്താണ് അയാളെ കണ്ടിട്ടുണ്ടോ? എങ്ങനെയാ കണ്ടിട്ടുള്ളത്? ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു മുണ്ടിയ ഒരാള് വന്നിട്ടുണ്ട് ഒരു റൂമറുണ്ട് ഇവിടെ. ഒരു കാലില്ലാത്ത ഒരാള് വന്ന് അവിടെ വിളിച്ചു. അത് കണ്ട ആൾക്കാരുണ്ട്. പക്ഷെ അയാളാണ് കൃത്യമായിട്ട് എന്നുള്ളത് എനിക്കറിയില്ല. നിങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഒരാളെ അങ്ങനെ ഒരാളെ വന്ന് കണ്ടിട്ടില്ല? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. ഈ മദനിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. നിങ്ങളതിലൊരു വീട്ടിലൊക്കെ? ഞാൻ മദനയുടെ കേസിൽ വിറ്റ്നസ് അല്ല, നസീറിന്റെ കേസിൽ വിറ്റ്നസ് ആണ്. അതിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത് ഈ തടിയൻ്റെ അവിടെ നസീറിനെ കണ്ടിട്ടുണ്ട് എന്ന സാക്ഷിമൊഴിയുടെ കൂടെ പോലീസ് ഇത് എഴുതി ചേർത്തതായിരിക്കാം. അക്കാര്യം യോഗാനന്ദയോട് പോലീസ് പറയുക പോലും ചെയ്തിട്ടില്ല. അവിടെ നിന്ന് ഞാൻ തിരിച്ചു വന്ന് 2 ദിവസത്തിന് ശേഷമാണ് എൻ്റെ പേരിൽ കേസെടുക്കുന്നത്. കേസ് ഞാൻ സാക്ഷികളെ ഭീഷണിപ്പെടുത്തി സ്വാധീനിച്ച് മദനിക്ക് അനുകൂലമായി സംസാരിപ്പിച്ചു എന്നാണ് കേസ്. കാര്യങ്ങൾ എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ടാവും. ഈ വിഷയത്തിൽ ഞങ്ങൾ ഒരു തീർപ്പിലും എത്തുന്നില്ല. ഇതൊക്കെയാണ് വിവരങ്ങൾ, വസ്തുതകൾ. ഇനി നിങ്ങൾ തീരുമാനിക്കുക. ഏറ്റവും ഒടുവിൽ ആർക്കും മിണ്ടാൻ കഴിയാതെ, കാരണം അബ്ദുൽ നാസർ മഅദനിയോട് രാഷ്ട്രീയമായോ മതപരമായോ ഒക്കെ പലർക്കും വിയോജിപ്പുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രശ്നത്തിൽ ഇടപെടുന്നതിന് ആർക്കും തടസ്സം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് ഗുരുതരമായ രാജ്യദ്രോഹ കേസാണ്, സ്ഫോടന കേസിലാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കുന്നതിന് പലരും അറച്ചു നിന്നപ്പോൾ ഇത് നിയമലംഘനമാണ് ഇവിടെ നടക്കുന്നതെന്ന് കൃത്യമായി അറിഞ്ഞുകൊണ്ട് അതിനെതിരിൽ പ്രതിഷേധത്തിൻ്റെ ഉജ്ജ്വലമായ ശബ്ദമുയർത്തിയത് മഹാനായ ഇന്ത്യ കണ്ട എക്കാലത്തെയും ഏറ്റവും മികച്ച നിയമജ്ഞനായ ജസ്റ്റിസ് കൃഷ്ണയ്യറാണ്, ജസ്റ്റിസ് VR കൃഷ്ണയ്യർ.
കേരളത്തിൻ്റെ ആദ്യത്തെ നിയമ വകുപ്പ് മന്ത്രിയാണ്. ഇന്ത്യ രാജ്യത്തിൻ്റെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് പ്രതിപക്ഷ പാർട്ടികൾ അവരുടെ സ്ഥാനാർത്ഥിയായി നിർത്തി മത്സരിപ്പിച്ച വ്യക്തിയാണ്. ഒരുപക്ഷെ അദ്ദേഹത്തെ പോലെ ഉജ്ജ്വലനായ ഒരു നിയമജ്ഞനെ, മനസാക്ഷിക്കൊത്ത് നീതിക്കൊത്ത് നിയമത്തെ വ്യാഖ്യാനിക്കുന്ന ഒരു നിയമജ്ഞനെ ഇന്ത്യ രാജ്യം പോലും കണ്ടിട്ടുണ്ടാവില്ല. അത്രയും വിദഗ്ധനായ നിയമജ്ഞൻ ഇത് അനീതിയാണെന്ന് ഉറക്കെ പറഞ്ഞപ്പോഴാണ് നാം അനീതിയെ ചോദ്യം ചെയ്തു തുടങ്ങിയത്. അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷൺ നീതിമാനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹം മഅ്ദനിക്ക് വേണ്ടിയിട്ട് സുപ്രീം കോടതിയിൽ കേസ് വാദിച്ച വ്യക്തിയാണ്. അബ്ദുൽ നാസർ മഅ്ദനിയുടെ കേസ് എല്ലാ എതിർപ്പുകളെയും അവഗണിച്ചുകൊണ്ട് അന്തസ്സുറ്റ ഒരു ന്യായാധിപന്റെ കത്ത് മുഖവിലേക്ക് എടുത്തുകൊണ്ട് അദ്ദേഹം മഅ്ദനിക്ക് വേണ്ടിയിട്ട് സുപ്രീം കോടതിയിൽ കേസ് വാദിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തോട് ഒരിക്കൽ മഅ്ദനിക്ക് വേണ്ടി കേസ് വാദിക്കുമ്പോൾ അവിടുത്തെ ജഡ്ജിമാർ ചോദിച്ചു, ഈ നിർധനനാണെന്ന് പറയുന്ന വികലാംഗനായ രോഗിയായ ഇദ്ദേഹത്തിന് വേണ്ടി കേസ് വാദിക്കുമ്പോൾ നിങ്ങളുടെ ഫീസ് തരുന്നത് ആരാണ്? മണിക്കൂറുകൾക്ക് ലക്ഷങ്ങളുടെ ഫീസ് വാങ്ങാൻ യോഗ്യതയുള്ള സുപ്രീം കോടതിയിലെ ഏറ്റവും പ്രമുഖനായ ഉജ്ജ്വലനായ അഡ്വക്കേറ്റ് അദ്ദേഹം എങ്ങനെ മഅ്ദനിക്ക് വേണ്ടി കേസ് വാദിക്കും? കേസും വാദിക്കരുതെന്നാണ് ഇവിടുത്തെ നീതിപീഠങ്ങളടക്കം വിചാരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാൻ കേസ് വാദിക്കുന്ന അദ്ദേഹത്തോട് ഫീസ് വാങ്ങിയിട്ടല്ല, ഫ്രീ ആയിട്ടാണ്. എന്നിട്ട് അദ്ദേഹം ഒന്നോടെ പറഞ്ഞു, ഞാൻ ഏറെ ആദരിക്കുന്ന മഹാനായ ജസ്റ്റിസ് VR കൃഷ്ണയ്യർ അദ്ദേഹത്തിന്റെ സ്വന്തം കൈപ്പടയിൽ എഴുതിയ ഒരു കത്താണ്. മഅ്ദനി നിരപരാധിയാണ്, അദ്ദേഹത്തിന് വേണ്ടി താങ്കൾ കേസ് നടത്തണമെന്ന് എഴുതിയ ഒരു കത്താണ്. ഞാനത് നിധി പോലെ ഫ്രെയിം ചെയ്ത് എൻ്റെ ഓഫീസ് മുറിയിൽ സൂക്ഷിക്കുകയാണ് അദ്ദേഹത്തിന്റെ കത്തിന്. നോക്കണം, പ്രശാന്ത് ഭൂഷൺ അദ്ദേഹം അത് പറഞ്ഞു. അപ്പൊ കോടതി നിശബ്ദമാവുകയാണ് ചെയ്തത്. സുപ്രീം കോടതി, ഇന്ത്യയുടെ നീതിയുടെ മനസാക്ഷി കാത്തു സൂക്ഷിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം നിശബ്ദമാവുകയാണ് ചെയ്തത്. നിശബ്ദമാവുകയാണോ വേണ്ടത്? എങ്ങനെ ഈ മനുഷ്യന് കേസ് നടത്താൻ കഴിയും എന്നതിന് ഉത്തരം നൽകേണ്ട കോടതിയാണത്. കേസ് നടത്തി എത്രയും പെട്ടെന്ന് കേസിൽ തീർപ്പാക്കേണ്ട കോടതിയല്ലേ? വിചാരണ തടവുകാരനായി 10 കൊല്ലം കഴിഞ്ഞിട്ട് നിരപരാധിയാന്ന് പറഞ്ഞ് വെറുതെ വിട്ട ഒരു മനുഷ്യനല്ലേ? നഷ്ടപരിഹാരം നൽകേണ്ട കോടതിയല്ലേ? ഇതൊന്നും പറയാൻ കോടതിയില്ല, ഇതൊന്നും പറയാൻ ഇവിടെ രാഷ്ട്രീയക്കാരില്ല. എന്നിട്ടും മഅ്ദനിക്ക് വേണ്ടി ഇപ്പം ഞങ്ങൾ മഅ്ദനിയുടെ ആളാണെന്ന് വേണ്ടി വന്ന ആരെയും ചോദിച്ചാൽ പറയാൻ എല്ലാവരും സന്നദ്ധരുമാണ്. എന്തിനാണ് ഈ കാപട്യം? എന്തിനാണ് ഈ കാപട്യം? ബാംഗ്ലൂരിൽ അദ്ദേഹത്തിന് സിറ്റിയിൽ താമസിക്കണം, അദ്ദേഹത്തിന് പുറത്തു പോകാൻ പാടില്ല. 1 വർഷം കോടിയോളം വരുന്ന ചെലവ് വരില്ലേ? ദശലക്ഷക്കണക്കിന് രൂപയുടെ ചെലവില്ലേ? ആരാണ് അദ്ദേഹത്തിന് ഇത് കൊടുക്കുന്നത്? ഏതെങ്കിലും ഉദാരമതികൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി ഇന്നും പ്രവർത്തിക്കുന്ന ഏതെങ്കിലും പാർട്ടിയുടെ പ്രവർത്തകർ, അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പ്രവർത്തകരോ അല്ലെങ്കിൽ പാർട്ടി ബന്ധമൊന്നുമില്ലെങ്കിലും നിസ്വാർത്ഥികളായ ആരെങ്കിലുമോ കൊടുക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് എങ്ങനെ ജീവിക്കാൻ കഴിയും? ഇതൊന്നും പരിഗണിക്കേണ്ട യാതൊരു ബാധ്യതയും കോടതികൾക്കില്ലേ? ഇതൊന്നും ആലോചിക്കേണ്ട യാതൊരു ബാധ്യതയും ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കില്ലേ? അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെ കാണാൻ വേണ്ടിയിട്ട് കോടതി ജാമ്യം അനുവദിച്ചിട്ട് പോലും അതിന് BJPയുടെ ഗവൺമെന്റ് അല്ലല്ലോ, കോൺഗ്രസിന്റെ ഗവൺമെന്റ് തടസ്സം നിന്നില്ലേ? എന്നിട്ട് അവസാനം കോടതി അത് അനുവദിച്ചപ്പോൾ ചെയ്തതെന്താ? അദ്ദേഹത്തിന് ഇവിടെ വന്നു പോകുന്നതിന് 15 ലക്ഷം രൂപ കെട്ടിവെക്കണമെന്ന് ആവശ്യപ്പെടുക. വീണ്ടും ഇടപെടൽ നടത്തിയപ്പോൾ അത് 2.5 ലക്ഷം രൂപയാക്കി. പുറകെ വരുന്ന ഒരു പറ്റം പോലീസുകാരുടെ ചെലവടക്കം. എന്ത് നിഷ്ഠൂരതയാണിത്! മറിച്ച് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം, അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അപ്രിയമായിരുന്നു. എല്ലാവരും പൊതുവായി സംവദിക്കുന്ന ചില മിനിമം പരിപാടികളുണ്ട്. എല്ലാവരും ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെട്ടാൽ മതി, വേറെ ചിലതിലൊന്നും ഇടപെടണ്ട എന്ന് തീരുമാനിച്ചൊരു പൊതുമിതി മിനിമം പരിപാടിയിൽ എല്ലാവരും അംഗീകരിച്ച പൊതു രാഷ്ട്രീയ അജണ്ടയ്ക്ക് വിഘാതമായ ചിലതെല്ലാം മഅ്ദനി പറഞ്ഞു തുടങ്ങി. പ്രത്യേകിച്ച് ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ, ദളിത് ജനവിഭാഗങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ നമ്മുടെ അജണ്ടയിലും ചർച്ചയിലും വരാൻ പാടില്ല എന്നുള്ള മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ അജണ്ടകളെ അദ്ദേഹം ചോദ്യം ചെയ്തതും വെല്ലുവിളിച്ചതുമായിരുന്നു പ്രശ്നം. അതുകൊണ്ട് ഇവിടെ സംഭവിച്ചത് വളരെ കൃത്യമായും ഇടത് വലത് കക്ഷികൾ എന്ന് തന്നെ ഞാൻ പറയട്ടെ, ഇവിടുത്തെ മതേതര രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഇടത് വലത് രാഷ്ട്രീയക്കാരും മതേതര കാപട്യങ്ങളും കൈകോർത്ത് നടത്തിയ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഫലമായി തന്നെ അബ്ദുൽ നാസർ മഅ്ദനിയെ കേരളത്തിൽ നിന്ന് നാട് കടത്തിയതാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.
അത് നമ്മൾ വളരെ കേരളത്തിൽ അത് നമ്മൾ ചിന്താശേഷിയുള്ള മുഴുവൻ ആളുകൾക്കും ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ത്യ ഇന്ന് വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റ് ദുർബോധങ്ങളുടെ വരവറിയിച്ച, അതുപോലെ തന്നെ അവർണ്ണ രാഷ്ട്രീയ പ്രതിരോധ വഴികളെക്കുറിച്ച് സമൂഹത്തെ ഉണർത്തിയ ഒരു മനുഷ്യനെ അതിലൊന്നും ഒരു കാലത്തും ഇടപെടാതെ സവർണ രാഷ്ട്രീയത്തിന് വശംവദമായി നിലയുറപ്പിച്ച നമ്മുടെ മതേതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, സവർണ രാഷ്ട്രീയ അജണ്ടകൾക്ക് മതേതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒരിക്കലും എതിര് നിന്നിട്ടില്ല. ഇത് തന്നെയാണ് മഅദനി അവരോട് ചെയ്ത തെറ്റ്. ഇപ്പോൾ തന്നെ ഒരു ചെറിയ സാമ്പിളിന് വേണ്ടി ഞാൻ പറയുകയാണ്. മുന്നോക്കക്കാരിലെ സാമ്പത്തിക പിന്നോക്കക്കാർക്ക് 10% സംവരണം അനുവദിക്കണം. സംവരണത്തിന്റെ അന്തസ്സത്തെ അട്ടിമറിക്കുന്ന നിയമമല്ലേ അത്? മുന്നോക്കക്കാരന് സംവരണം കൊടുക്കണമെന്ന്. മുന്നോക്കം എന്ന് പറഞ്ഞാൽ പിന്നാക്കക്കാരന് മുന്നോക്കത്തിൽ കൊണ്ടുവരാനാണ് സംവരണം. പക്ഷെ മുന്നോക്കക്കാരന് സംവരണം കൊടുക്കണം പോലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും വേണ്ടിയിട്ടില്ല. എല്ലാവരും ഒപ്പമാണ്. എന്താ അതിൻ്റെ അർത്ഥം? ഇവിടെ മുന്നാക്കക്കാരൻ്റെയും സവർണന്റെയും താല്പര്യത്തിന് എല്ലാവരും ഒരുപോലെ ഒത്തുനിൽക്കുകയാണ്. ഇത് പറയുന്നവര് എല്ലാ രാഷ്ട്രീയക്കാരുടെ അപ്രീതിക്ക് ഇരയാകുമെന്ന് അറിയാത്തതുകൊണ്ടല്ല. അത് തന്നെയാണ് മഅദനിക്ക് സംഭവിച്ചത്. അറിഞ്ഞുകൊണ്ട് തന്നെ പറയുകയാണ്, ഈ കപട മതേതര രാഷ്ട്രീയത്തിന്റെ ചില മുഖങ്ങൾ നമ്മൾ ഇനിയെങ്കിലും തിരിച്ചറിയണം. അബ്ദുൽ നാസർ മഅദനിയെ കുറിച്ച് പറയുമ്പോൾ വെറുതെ കുറെ വിലാപം നടത്തിയിട്ട് കാര്യമില്ല. ബോധപൂർവം മഅദനിയെ അദ്ദേഹം ഇവരുയർത്തരുതെന്ന് ആഗ്രഹിച്ച അജണ്ട ഉയർത്തിയ ഒറ്റ കാരണം കൊണ്ട് ഈ രാജ്യത്ത് നിന്ന് നാട് കടത്തിയതാണ്. ഇനി ഒരു കാലത്തും തിരിച്ചു വരാനാവാത്ത വിധം അദ്ദേഹത്തെ ഇവിടത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ഫാസിസ്റ്റുകളെ അല്ല ഞാൻ ഇതിനകത്ത് കൂടുതൽ കുറ്റം പറയാം. കാരണം ഫാസിസ്റ്റുകളുമായി നേർക്ക് നേരെ നിന്ന് പൊരുതിയ ആളാണ് മഅദനി. ഫാസിസ്റ്റുകൾ അദ്ദേഹത്തിന്റെ ശത്രുവാണ്, അദ്ദേഹം ഫാസിസ്റ്റുകളുടെയും ശത്രുവാണ്, എല്ലാവർക്കും അറിയാം. പക്ഷെ അദ്ദേഹം ഉന്നയിച്ച ആശയങ്ങൾ, അദ്ദേഹത്തിന്റെ ഭാഷ തീവ്രമായിരുന്നു, പ്രസംഗം രൂക്ഷമായിരുന്നു. ഭാഷയും പ്രസംഗമൊക്കെ അദ്ദേഹത്തെക്കാൾ രൂക്ഷമായ ഒരുപാട് പ്രസംഗങ്ങൾ കേരളം കേട്ടിട്ടുണ്ട്. അതൊക്കെ എടുത്ത് പറയാൻ വേണ്ടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലരെയും കണ്ണുപൊട്ടിപ്പോവും. അതുകൊണ്ടൊന്നും അത് പറയാതിരിക്കുകയാണ് ഭേദം. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ ഭാഷയോ അദ്ദേഹത്തിന്റെ രൂക്ഷതയോ ഒന്നും അല്ല പ്രശ്നം. ഞങ്ങൾ പറയാൻ അറയ്ക്കുന്ന അജണ്ട താങ്കൾ എന്തിനു പറയുന്നു എന്നുള്ളതായിരുന്നു പ്രശ്നം. നോക്കൂ, ഞാനിപ്പോൾ പറഞ്ഞ 10% ഇവിടെ സാമ്പത്തിക പിന്നോക്കാവസ്ഥ എന്ന് പറയുന്ന മുന്നോക്കക്കാരന്റെ മാത്രം പ്രശ്നമല്ലല്ലോ. സാമ്പത്തിക പിന്നോക്കാവസ്ഥക്കാരുടെ പേരിൽ ആർക്കെങ്കിലും സംവരണം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് പിന്നോക്ക വേർതിരിവില്ലാതെ എല്ലാവർക്കും കൊടുക്ക്. അങ്ങനെയല്ലേ കൊടുക്കേണ്ടത്? മുന്നോക്കക്കാരന് മാത്രം എന്തിനാ സാമ്പത്തിക സംവരണം കൊടുത്തേ? അപ്പൊ പറയും പിന്നാക്കക്കാരന് സാമൂഹിക സംവരണം ഉള്ളതിന്റെ പേരിലാണ് എന്ന്. അതെന്തുകൊണ്ടാ? അവൻ മുന്നോക്കം ആകാത്തത് കൊണ്ടല്ലേ. അവൻ മുന്നോക്കം ആകാത്തതുകൊണ്ടല്ലേ കൊടുത്തത്. അയാൾ കൊടുക്കുവോ? അയാൾ നിർത്തണ്ടേ? അവിടെ മുന്നോക്കം ആയതുകൊണ്ടല്ലേ അവരെ മുന്നോക്കം എന്ന് വിളിച്ചത് തന്നെ അല്ലേ? അവരെ മുന്നോക്കം എന്ന് വിളിച്ചത് സാമൂഹിക സംവരണ രംഗത്ത് അവർ മുന്നോക്കം ആയതുകൊണ്ടല്ലേ. ആ മുന്നോക്കം ഇല്ലാത്തത് കൊണ്ടല്ലേ പിന്നോക്കക്കാരന് സംവരണം കൊടുത്തത്. അവർ ഈ മുന്നോക്കക്കാരന്റെ ഒപ്പമോ ജനസംഖ്യാനുപാതികമായ അവകാശമോ കിട്ടിക്കഴിഞ്ഞാൽ ആ സംവരണം അവസാനിപ്പിക്കേണ്ടതല്ലേ? അക്കാര്യത്തിൽ ആർക്കെങ്കിലും തർക്കമുണ്ടോ? അപ്പൊ അതിന് സംവരണത്തെ സാമ്പത്തികമായിട്ട് എന്തിനാ കൂട്ടിക്കുഴച്ചേ? ഇനി സാമ്പത്തികമായിട്ട് കൂട്ടിക്കുഴച്ചാൽ മുന്നോക്കക്കാരന് മാത്രം പാവപ്പെട്ടവനുണ്ടാകുന്ന എങ്ങനെയാ? അത് പിന്നോക്കക്കാരനും ഇല്ലേ? ഇത് വളരെ കൃത്യമായ ലോജിക്കാണിത്. പക്ഷെ ഇതിവിടുത്തെ രാഷ്ട്രീയ മേലാളന്മാർ പറയില്ല, മതമേലാളന്മാരും പറയില്ല. കാരണം അവർക്ക് സവർണനെ പ്രീണിപ്പിച്ചുകൊണ്ടേ മുന്നോട്ട് പോകാൻ താല്പര്യമുള്ളൂ എന്നുള്ളതാണ് പ്രശ്നം. ഞാൻ വളരെ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു, അബ്ദുൽ നാസർ മഅദനിയെ ഈ രാജ്യത്തെ രാഷ്ട്രീയ പ്രസ്ഥാനം ഫാസിസ്റ്റുകൾ അല്ല, ഫാസിസ്റ്റുകളാണ് എന്ന് പറയേണ്ടതില്ലല്ലോ, ഫാസിസ്റ്റുകൾക്കപ്പുറം ഇവിടത്തെ മതേതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒന്നിച്ചു നിന്ന് മനസാക്ഷിയുടെ കാണുകയെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ തെറ്റ് ചെയ്തവനെ ശിക്ഷിക്കണമെന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു തർക്കവുമില്ല. തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണം. അത് മഅദനി ആയാലും വേണ്ടില്ല, ഈ പറയുന്ന ഞാനായാലും വേണ്ടില്ല, ആരായാലും വേണ്ടില്ല. പക്ഷേ തെറ്റ് ചെയ്യാത്ത നിരപരാധിയെ രാഷ്ട്രീയക്കാരുടെ ഇംഗിതങ്ങൾക്ക് അരുനിൽക്കുന്നില്ലെന്ന് പറഞ്ഞ് ശിക്ഷിക്കുന്ന ഈ പ്രക്രിയ ജനാധിപത്യമാകുന്നത് എങ്ങനെയാ? ഇന്ത്യയിൽ ജനാധിപത്യമുണ്ടോ സ്വാതന്ത്ര്യമുണ്ടോ എന്ന് ഗൗരവപൂർവ്വം ഇന്ത്യ രാജ്യത്തെ മനസാക്ഷിയുള്ള ജനങ്ങൾ ചിന്തിക്കണം. ഒരു സമൂഹത്തിൽ നീതി നിഷേധിക്കപ്പെട്ടാൽ, എടുക്കപ്പെട്ടു പോയാൽ, നീതിക്ക് വേണ്ടിയുള്ള ശബ്ദങ്ങൾ ഇല്ലാതായാൽ ആ സമൂഹം തകർച്ച ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് ഇതിന്റെ അർത്ഥം. തകരുകയേ ഉള്ളൂ. ചെറിയ തകർച്ചയൊന്നും ആയിരിക്കില്ല നീതി ഇല്ലാത്ത ഒരു സമൂഹത്തെ കാത്തിരിക്കുന്നത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന സംഗതി, ഇവിടെ ഇദ്ദേഹം തെറ്റുകാരനാണോ എന്ന് ഇന്ന് അബ്ദുൽ നാസർ മഅദനിയെ 2 പതിറ്റാണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് തട്ടിപ്പറിച്ചെടുത്ത് ഇന്ന് അദ്ദേഹം വീട്ടുതടങ്കലിലാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ജാമ്യം നൽകി. അവിടെ യഥാർത്ഥത്തിൽ ഫാസിസ്റ്റ് ഗവൺമെന്റ് ആയിരുന്നില്ല അന്ന്.
അദ്ദേഹത്തിന് ജാമ്യം നിഷേധിക്കാൻ വേണ്ടി സുപ്രീം കോടതിയിൽ സർവ്വ ഇടപെടലും നടത്തിയപ്പോൾ സുപ്രീം കോടതിയുടെ അല്പം ഗൗരവമുള്ള ഇടപെടലിലൂടെയാണ് അദ്ദേഹത്തിന് ജാമ്യം നൽകിയത് പോലും. അന്ന് കോൺഗ്രസ് ഗവൺമെന്റാണ് അവിടെ. പറയാതിരിക്കാൻ പറ്റുമോ? ഇന്നിപ്പോൾ മതേതര കക്ഷികളെല്ലാം കൈമലർത്തി നിൽക്കുക. ഇപ്പൊ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അല്ലാത്തപ്പോഴും. കാരണം എന്താണ്? രാഷ്ട്രീയ മൂല്യം നഷ്ടപ്പെട്ടു പോയ മഴദിനെ ഇപ്പൊ ആർക്കും വേണ്ട. വെറും രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു മനുഷ്യനെ കൊല്ലാക്കൊല ചെയ്യുന്ന ഈ രാഷ്ട്രീയ മേലാളന്മാർ, അവർക്ക് മനസാക്ഷിയുടെ കണിക പോലുമില്ല എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. സവർണ താല്പര്യങ്ങൾക്ക് വേണ്ടി മതേതര മൂല്യങ്ങളെ ബലി കഴിച്ചുകൊണ്ട് സവർണരുടെ കണ്ണിലെ കരടായി പോയാൽ ഒരു വ്യക്തി, പ്രത്യേകിച്ച് ഒരു ന്യൂനപക്ഷ സമുദായക്കാരനായി പോയാൽ അവർക്ക് വേണ്ടി ഞങ്ങൾ എന്തും ചെയ്യുമെന്ന് തെളിയിക്കുന്ന മതേതര പ്രസ്ഥാനങ്ങളും അവരുടെ മൂട് താങ്ങികളായ മതമേലധ്യക്ഷന്മാരും എന്ന് പറയാതിരിക്കാൻ തരമില്ല. മഅദനിയുടെ പ്രശ്നത്തിൽ, നീതിയുടെ പ്രശ്നം വരുമ്പോൾ തീവ്രവാദിയായിരുന്നു, പണ്ടെന്തോ ചെയ്തു പോയി, പറഞ്ഞു പോയി എന്നുള്ള പല്ലവി വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. ഈ പണ്ട് മഅദനി പറഞ്ഞതുപോലുള്ളതൊന്നും പിൽക്കാലത്ത് പറഞ്ഞവരാരുമില്ല ഈ രാജ്യത്ത്. മഅദനി ഇപ്പോൾ അത് പറയുന്നുണ്ടോ? പറഞ്ഞതിന് ഇപ്പൊ വളരാത്ത അധികപ്പറ്റായി പോയെങ്കിലും പ്രശ്നം അതല്ല. മഅദനി വേണ്ട. മഅദനിയിൽ ആർക്കും താല്പര്യമില്ല. വേറെ ഏതെങ്കിലും ഒരു വ്യക്തിയായിരുന്നുവെങ്കിൽ, സ്വന്തം രാഷ്ട്രീയ പ്രസ്ഥാനത്തിലോ സ്വന്തം സംഘടനയിലോ സ്വന്തം മതവിഭാഗങ്ങളിലോ ഉള്ള ഏതെങ്കിലും ഒരാളായിരുന്നുവെങ്കിൽ ഈ മഅദനി 20 കൊല്ലം കഴിഞ്ഞിട്ടും എങ്ങനെയാണ് അദ്ദേഹം ബാംഗ്ലൂരിലെ വീട്ടുതടങ്കലിൽ അദ്ദേഹത്തിന്റെ ചെലവ് കഴിയുന്നത്, കേസ് നടത്തുന്നത് എന്ന് അന്വേഷിക്കാൻ നമ്മുടെ കേരളത്തിന് എന്തേ കഴിയുന്നില്ല? കഴിയേണ്ടതല്ലേ? സത്യത്തിൽ ഇത്രയും വലിയ കിരാതത്വത്തിന്റെ തിക്തഫലമല്ലേ നമ്മുടെ കേരള ജനത പലതരം ഭൗതികവും അതുപോലെ തന്നെ പാരിസ്ഥിതികവും പ്രകൃതിപരവുമായ ദുരന്തങ്ങളിലൂടെ അനുഭവിക്കുന്നതെന്ന് പോലും പലപ്പോഴും ഈ വിനീതം ചിന്തിച്ചു പോയിട്ടുണ്ട്. കാരണം ഒരു വ്യക്തിയെ ഇത്തരത്തിൽ വേട്ടയാടുമ്പോൾ അതിനെതിരിൽ പ്രതിഷേധത്തിന്റെ ശബ്ദമുയർത്താൻ കഴിയാത്ത ഒരു ജനത ശക്തമായി ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് പീഡിപ്പിക്കപ്പെടാത്തത് എന്താണ് എന്ന് പലവട്ടം ചിന്തിച്ചിട്ടുള്ളവനാണ് ഞാൻ. ഇന്ന് പ്രളയം തുറിച്ചു നോക്കിക്കൊണ്ട് ജീവിതം വഴിമുട്ടുമ്പോൾ, കൊറോണ എല്ലാവരെയും തടങ്കലിലാക്കുമ്പോഴൊക്കെ എല്ലാവരെയും എങ്ങനെ ഈ തെറ്റിന് അറിഞ്ഞും അറിയാതെയും കൂട്ടുനിന്ന ഈ സമൂഹത്തിന് മുഴുവൻ ദൈവശിക്ഷ വരില്ലേ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണെന്ന് പലവട്ടം ചിന്തിച്ചിട്ടുള്ള ആളാണ് ഞാൻ. കാരണം എല്ലാവരെയും വേട്ടയാടുന്ന ഒരു ശിക്ഷ ദൈവത്തിൽ നിന്ന് എങ്ങനെ വരും എന്ന് പലവട്ടം ചിന്തിച്ചിട്ടുണ്ട്. ഇന്ന് എല്ലാവരും അനുഭവിക്കുകയാണ്. അപ്പോഴും ആ മനുഷ്യനെ മറക്കുകയാണ്. നീതിബോധം എന്നിട്ടും ഉണരുന്നില്ല. ദൈവിക വിധിയെക്കുറിച്ച് ഒരലോസരവും ഉണ്ടാകുന്നില്ല, ചിന്തയുണ്ടാകുന്നില്ല. ഇതാണോ രാഷ്ട്ര മനസാക്ഷി? ഇതാണോ രാജ്യത്തിന്റെ ജനാധിപത്യം? വളരെ സോക്കോൾഡ് മതേതരത്വ റിപ്പബ്ലിക് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യ രാജ്യത്ത് ജീവിച്ചിരിക്കുന്ന ഒരു രക്തസാക്ഷിയായി ഈ മനുഷ്യൻ മാറുമ്പോൾ, നിയമത്തിന്റെയും അധികാര കേന്ദ്രങ്ങളുടെയും പൊതുജനങ്ങളുടെയും കൺമുമ്പിൽ നിഷ്ഠൂരമായ നിലയിൽ വേട്ടയാടപ്പെടുന്നതിൻ്റെ പ്രതീകമായി 20 കൊല്ലമായി നിലനിൽക്കുമ്പോൾ, അത് തെറ്റാണെന്ന് ഒരു വാക്ക് മിണ്ടാൻ പേടിക്കുന്ന മതരാഷ്ട്രീയ മേലാളന്മാർ ഭയപ്പെടണം എന്നേ ഞാൻ തൽക്കാലം പറയുന്നുള്ളൂ. ആരെയെന്നൊന്നും തൽക്കാലം പറയുന്നില്ല. ആരെയൊന്നും പറയുന്നില്ല. ഭയപ്പാട് മേലേന്ന് തുടങ്ങിയിട്ടുണ്ട്, ഭൗതികമായും തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ അഭൗതികമായ രീതിയിലും ഭയപ്പെടേണ്ട അവസ്ഥ തുടങ്ങിയിട്ടുണ്ട് എന്നേ പറയുന്നുള്ളൂ. അല്ലാതെ വേറെ എന്താ പറയാനിവിടെ? ഒന്ന് ഇടപെടാൻ, ഈ പ്രശ്നത്തിൽ എന്താണ് ഈ കാണിക്കുന്നതെന്ന് ഒരുപോലെ ചോദിക്കാൻ 20 കൊല്ലമായി ഒരു പാവം മനുഷ്യന്റെ ജീവിതം പറിച്ചെറിയപ്പെട്ടിരിക്കുന്നല്ലോ, പിച്ചി ചിന്തപ്പെടുന്നല്ലോ, അദ്ദേഹം മരണത്തെ മുഖാമുഖം കാണുന്നല്ലോ, രോഗിയാണല്ലോ, ഒരു മനസാക്ഷിയില്ല. കാരണം എന്താ? മാധ്യമങ്ങളെ മാറി മാറി ഉപയോഗിച്ച് മഅദനി ഭീകരനാണെന്ന് കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികൾ മാറി മാറി പ്രസംഗിച്ചു, എഴുതി അദ്ദേഹത്തെ അകത്താക്കിയതാ. തിരുത്തണം. തിരുത്തിയില്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ വിശ്വാസ പ്രമാണം അങ്ങനെ വിശ്വസിക്കാനാണ് എന്നെ പ്രേരിപ്പിക്കുന്നത്, ഇപ്പോൾ അനുഭവിച്ചില്ലെങ്കിലും വേറെയൊന്നും വൈകാതെ വരും തലമുറ ഇതിൻ്റെയൊക്കെ പിന്നിൽ അറിഞ്ഞോ അറിയാതെയോ പങ്കുവഹിച്ചവർ, അവരുടെ തലമുറ അനുഭവിക്കാതെ ഒടുങ്ങില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് ഇതിന് പ്രായശ്ചിത്തം ചെയ്യാൻ കേരളം വൈകിയിരിക്കുന്നു. കോടതികൾ യഥാർത്ഥത്തിൽ, കോടതികളെ ഞാൻ ഒരുപാട് കുറ്റം പറയാൻ ശ്രമിക്കുന്നില്ല. കാരണം കോടതികൾക്ക് ഇത്രയൊക്കെ പറ്റുള്ളൂ. കോടതികളെപ്പോഴും അവരുടെ മൂല്യം എന്ന് പറയുന്ന അന്നന്ന് ഭരിക്കുന്നവരുടെ മൂല്യ, അത്രയൊക്കെ തന്നെ കോടതികൾക്ക് മൂല്യമുള്ളൂ. അല്ലാതെ വ്യത്യസ്തമായ ഉയർന്ന മൂല്യങ്ങൾ കോടതികൾ ഉയർത്തിപ്പിരിച്ചിരുന്ന കാലമൊക്കെ കടന്നുപോയി. ഇന്നിപ്പോൾ ഭരിക്കുന്നവരുടെ മൂല്യ അതപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അബ്ദുൽ നാസർ മഅദനിയുടെ കേസ് എല്ലാ എതിർപ്പുകളെയും അവഗണിച്ചുകൊണ്ട്
അന്തസുറ്റ ഒരു ന്യായാധിപന്റെ കത്ത് മുഖവിലേക്ക് എടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ കേസ് വാദിക്കാൻ തയ്യാറായ പ്രശാന്ത് ഭൂഷൺ പറഞ്ഞ ഇതേ വാചകങ്ങൾക്ക് സമാനമായ വാചകങ്ങൾ 2 ദിവസങ്ങൾക്ക് മുമ്പ് നാം കേട്ടിരുന്നു. അതായത് രണ്ടാമതും വിചാരണ തടവുകാരനായ ഒരു 10 പതിറ്റാണ്ട് പിന്നിട്ടപ്പോൾ മഅദനിയും തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചു, ഔദാര്യത്തിനായി കേഴുന്നില്ല, ദയക്കായി യാചിക്കുന്നില്ല, നീതിക്കായി പോരാടുകയാണ്, നീതി ലഭിച്ചാൽ മതി. പക്ഷേ ആത്മാവ് കൂടൊഴിയും മുമ്പ് നീതിയുടെ സൂര്യൻ ഉദിച്ചെങ്കിൽ നന്നായിരുന്നു എന്നേ ഉള്ളൂ. ഇല്ലെങ്കിലും അദ്ദേഹത്തിന് ഇവിടെ വിലക്കപ്പെട്ട നീതി കിട്ടുന്ന ഒരു ലോകമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ ഉടമയായ അദ്ദേഹം നിരാശനല്ല. അദ്ദേഹത്തിന്റെ ശരീരമേ ശോഷിക്കുന്നുള്ളൂ, മനസ്സ് ശോഷിക്കുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇപ്പോഴും ദയക്കായി യാചിക്കുന്നില്ല എന്ന ആൺകുട്ടിയായ പ്രശാന്ത് ഭൂഷണെ പോലെ പറയാൻ കഴിഞ്ഞത്. ഈ സമാനതകൾ രാജ്യം കാണണം. ഇതിൻ്റെയൊക്കെ നേരെ കണ്ണടച്ചിട്ട് നാളെ ഫാസിസത്തിന്റെ കരാള ദംഷ്ട്രകൾ നിങ്ങളുടെ നേരെ തിരിയുമ്പോൾ ഇതിനേക്കാൾ കൂടുതൽ നിലവിളിക്കേണ്ടി വരുമെന്ന് രാജ്യത്തിന്റെ അധികാര കേന്ദ്രങ്ങളെ ഭയപ്പെട്ടുകൊണ്ട് നീതിക്ക് വേണ്ടിയുള്ള ശബ്ദത്തിൽ നിന്ന്, നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തി നിന്ന് വിട്ടുനിൽക്കുന്ന ഈ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളും, അതുപോലെ തന്നെ ഈ രാജ്യത്തെ രാഷ്ട്രീയ മതേതരമെന്ന് അവകാശപ്പെടുന്ന പ്രസ്ഥാനങ്ങളുമൊക്കെ എത്രയും വേഗം ചിന്തിക്കുകയും അർത്ഥവത്തായ നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്യേണ്ട ഒരു സമയത്തോടെയാണ് രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടും നീതിക്ക് വേണ്ടിയിട്ടുമുള്ള നിങ്ങളുടെ വർത്തമാനങ്ങളൊക്കെ വെറും വനരോധനമായി പരിണമിക്കാൻ മാത്രമേ അവകാശമുള്ളൂ എന്ന് ഈ മഅദനിക്ക് വേണ്ടി ശബ്ദിക്കാൻ നിങ്ങൾക്കാകുന്നില്ല എങ്കിൽ നീതിബോധമുള്ള മനുഷ്യർ വിലയിരുത്തുമെന്ന കാര്യം തീർച്ചയാണ്. അങ്ങനെയുള്ള ആളുകളുടെ എണ്ണം ഒരു പക്ഷെ കുറവായിരിക്കാം. പക്ഷേ നീതിയുടെ കാവലാളായി ഭൂമിയിൽ ആളുകളുടെ എണ്ണം കുറഞ്ഞു പോകുമ്പോൾ അഭൗമമായ ലോകത്ത് മറ്റൊരു കാര്യസ്ഥൻ കാവലിരിപ്പുണ്ട് എന്ന് എല്ലാവരും ഓർക്കുന്നത് നന്നായിരിക്കുമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട്, ബഹുമാന്യനായ മഅദനിക്ക് നീതി പുലർന്ന് കാണുന്ന ഒരു നാളെ നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമാണ്, സങ്കല്പമാണ്. അതുണ്ടായില്ലെങ്കിലും മഅദനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. മഅദനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. നീതിയുടെ ഇന്ത്യ രാജ്യത്ത് അടിച്ചമർത്തപ്പെടുന്ന 10,000-കണക്കിന് ജനങ്ങളുടെ ഒരു പ്രതീകമാകാൻ വേണ്ടി അള്ളാഹു അദ്ദേഹത്തെ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹവും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരും വിചാരിക്കുക. ഒരു പ്രതീകം വേണമല്ലോ, ഒരു പ്രതീകം. ഈ പ്രതീകത്തെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ കാട്ടിത്തന്നിട്ടും നിങ്ങൾ ആ വലിയ പ്രതീക ദീപസ്തംഭം പോലെ ഉയർന്നു നിൽക്കുന്ന പ്രതീകത്തിന് നേരെ പോലും കണ്ണടച്ചവരല്ലേ എന്ന് ഭാവി നിങ്ങളെ വിചാരണ ചെയ്യുന്ന കാലം വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇല്ലെങ്കിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഒരു പരലോകം കാത്തിരിപ്പുണ്ട് എന്ന് സൂചിപ്പിക്കാൻ കൂടി എൻ്റെ വിശ്വാസം എന്നെ പ്രേരിപ്പിക്കുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അതുകൊണ്ട് ഉത്തരവാദിത്വം മനുഷ്യൻ എന്നുള്ള നിലയിൽ, രാജ്യത്തെ ഒരു പൗരൻ എന്നുള്ള നിലയിൽ, ഒരു ജനാധിപത്യ വിശ്വാസി എന്നുള്ള നിലയിൽ ദൗത്യം നിർവഹിക്കേണ്ട സമയത്തൂടെയാണ് ഓരോ പൗരനും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് നിർവഹിക്കപ്പെടുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കേണ്ടുന്ന ലോകം, കേന്ദ്രം നിരീക്ഷിക്കുന്നുണ്ട് എന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുക. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജയ് ഹിന്ദ്. ഇത് കാണുന്ന എല്ലാവരും പരമാവധി ഈ യൂട്യൂബ് ലിങ്ക് ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ എന്ന ഞങ്ങളുടെ ഈ ചാനലിലെ പുതിയ റിലീസുകൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അതുപോലെ സബ്സ്ക്രൈബ് ബട്ടണോടൊപ്പമുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തണമെന്നും അഭ്യർത്ഥിക്കുകയാണ്.